ക്രിസ്തുമസിനെ വരവേൽക്കാൻ കൂറ്റൻ നക്ഷത്രം തീർത്ത മാലോം സെന്റ് ജോർജ് ഫൊറാന ദേവാലയം. 60 അടി ഉയരവും 40 അടി വീതിയുമുള്ള പടുകൂറ്റൻ നക്ഷത്രം നിർമ്മിക്കാൻ 3500 സ്ക്വയർ ഫീറ്റ് പ്രിന്റഡ് ക്ലോത്തും 3 ക്വിന്റൽ പൈപ്പുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നക്ഷത്രത്തിനുള്ളിൽ 50-ലധികം ഹാലജൻ ബൾബുകളും 30 ട്യൂബുകളുമാണ് ഉള്ളത്. ഒരാഴ്ച സമയമെടുത്താണ് നക്ഷത്രം പൂർത്തിയാക്കിയത്. ഇതോടൊപ്പം ഇടവകയിലെ 600 കുടുംബങ്ങളെ പ്രതിനിധീകരിച്ച 600 ചെറിയ നക്ഷത്രങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇടവക വികാരി ഫാദർ ജോസഫ് തൈക്കുന്നംപുറത്ത്, അസിസ്റ്റന്റ് വികാരി ഫാദർ പോൾ മുണ്ടയ്ക്കൽ, കോഓർഡിനേറ്റർ സാനി ജോസഫ് വടക്കുംപറമ്പിൽ, ടോമി തരിശിൽ, ജോർജ് അങ്ങാടിക്കൽ, ബിജു ചീരാൻകുഴിയിൽ, സുമേഷ് ചിറ്റാരിക്കൽ തുടങ്ങിയവർ നക്ഷത്ര നിർമ്മാണത്തിന് നേതൃത്വം നൽകി. തീർച്ചയായിട്ടും നമുക്കറിയാവുന്നതുപോലെ ക്രിസ്മസ് എന്ന് പറയുന്നത് ഒരു വെളിച്ചത്തിൻ്റെ ഉത്സവമാണ്. ദൈവം ഈ ഭൂമിയെ തൊട്ടതിൻ്റെ അനുസ്മരണമാണ് ക്രൈസ്തവർ ക്രിസ്മസ് ദിനത്തിൽ ആഘോഷിക്കുക. കാരണം ദൈവം മനുഷ്യനായി മണ്ണിലേക്ക് അവതരിച്ചതിൻ്റെ ഓർമ്മയാണ്. മനുഷ്യകുലത്തെ മുഴുവൻ രക്ഷിക്കാൻ വേണ്ടി ദൈവം ഈ പ്രപഞ്ചത്തെ, മനുഷ്യകുലത്തെ സ്നേഹിച്ചതിൻ്റെ തെളിവാണ് തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. തൻ്റെ ഏകജാതന് നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചുവെന്ന് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഈ നക്ഷത്രം എന്ന് പറയുന്നത് ഇടവകയുടെ കൂട്ടായ്മയുടെ ഒരു പ്രതീകമാണ്. ഈ വലിയ നക്ഷത്രം പ്രതിദാനം ചെയ്യുന്ന യേശുവാകുന്ന വലിയ വെളിച്ചത്തെയാണ്. ഈ വെളിച്ചത്തിൽ നിന്നും പ്രകാശം സ്വീകരിച്ചുകൊണ്ടാണ് ഈ പള്ളിമുറ്റത്ത് 600ഓളം ചെറിയ നക്ഷത്രങ്ങൾ കൂടി പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഈ 600 നക്ഷത്രങ്ങൾ പ്രതിദാനം ചെയ്യുന്നത് ഇടവകയിലെ 600 കുടുംബങ്ങളെയാണ്. കാരണം നക്ഷത്രം എന്ന് പറയുന്നത് യേശു സവിധത്തിലേക്ക്, ഉണ്ണിയേശു സവിധത്തിലേക്ക് പൂജരാജാക്കന്മാരെ ആനയിച്ച വെളിച്ചത്തിൻ്റെ പ്രതീകമാണ്. ആ നക്ഷത്ര വെളിച്ചം കണ്ടുകൊണ്ടാണ് ആട്ടിടയന്മാരും പൂജരാജാക്കന്മാരുമൊക്കെ ബെത്ലഹേമിലേക്ക് കടന്നു വന്നത്. തീർച്ചയായിട്ടും ഈ വലിയ നക്ഷത്രത്തിൽ നിന്ന്, യേശുവാകുന്ന വെളിച്ചത്തിൽ നിന്നും വെളിച്ചം സ്വീകരിച്ചുകൊണ്ട് ഇടവകയിലെ ജനങ്ങൾ പ്രകാശമായി മാറുമ്പോൾ യേശുവിലേക്ക് അടുക്കുന്നതോടൊപ്പം മറ്റുള്ളവരെയും ഉണ്ണിയേശുവിൻ്റെ സവിധത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനുള്ള ഒരു ഉത്തരവാദിത്വമാണ് എല്ലാ ഇടവക ജനങ്ങൾക്കുമുള്ളത്. അതുകൊണ്ടാണ് ഈ വർഷം ഒരു പുത്തൻ ആശയം ഞങ്ങളുടെ മനസ്സിൽ തോന്നുകയും മനോഹരമാക്കി ആഘോഷിക്കേണ്ട ഒരു ഉത്സവമാണ് ക്രിസ്മസ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നല്ല ചിലവോടെ കൂടി തന്നെ ഈ ബൃഹത്തായ നക്ഷത്രവും 600ഓളം ചെറു നക്ഷത്രങ്ങളുമൊക്കെ ഇവിടെ പ്രദർശിപ്പിച്ചത്.